അച്ഛന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. വീട്ടിൽ പോലും കടക്കാരുടെ ശല്യം ഒക്കെ ആയിട്ട് ഞാനൊന്ന് പേടിച്ചൊരു മുറിയിൽ കുത്തിയിരുന്ന സമയങ്ങളുണ്ട്. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നൊരു ആഹ്, ഒരു ടൈമുണ്ട്. അതൊന്നും എനിക്കൊരിക്കലും ആ ലൈഫിലെ ഏഞ്ചലാന്ന് ഞാൻ പറയും ട്ടോ. ഒരു കാര്യം പോലും നോ പറയില്ല. എല്ലാം സാധിച്ച് ആദ്യമൊക്കെ നോ പറയുമെങ്കിലും പിന്നെ അതെനിക്ക് സാധിച്ചു തരുമായിരുന്നു. ഷീ ഈസ് എ ജെം. അതിലൊന്നും ഒരു സംശയമില്ല. നൂലുകെട്ടിന് എനിക്ക് തോന്നുന്നു ഡോൺചേട്ടനോട് അമ്മ കയർത്തല്ല ദേഷ്യത്തോടെ സംസാരിച്ചൊരു നിമിഷം നൂലുകെട്ട് ഇവിടെ നടത്തിയപ്പം ജസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് 26th ഡേയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ഡിവൈൻ്റെ ലൈഫ് സ്റ്റോറി പറയൂന്ന് ചോദിച്ചിട്ട്. അത് പറയാൻ ഞാൻ ഒരു ആപ്റ്റായ വ്യക്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം മേ ബി ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക. ഡിവൈൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ ഡിവൈനെ ഇത്രയും ബോൾഡ് ആക്കിയ കാര്യങ്ങൾ എന്താണ്? എങ്ങനെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റുന്നു? എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻസും അതുപോലെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് ചിലപ്പം ചിലർക്കത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇതാണോ നീ കഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കും. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരുണ്ട്. ഇതൊന്നും അല്ല കഷ്ടപ്പാട്. കഷ്ടപ്പാട് എന്താന്ന് അറിയാഞ്ഞിട്ടാണ്. ആയിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 5 പേരെ എടുത്താൽ 5 പേരുടെയും കഷ്ടപ്പാട് 5 രീതിക്കായിരിക്കും. ഒരിക്കലും സെയിം ആയിരിക്കില്ല. അല്ലെങ്കിൽ നിനക്കാ കൂടുതൽ എനിക്ക് കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിലൊന്നും കാര്യമില്ല. ഓരോരുത്തരുടെ വിഷമം അത് അവരവർക്ക് മാത്രമേ ഫീൽ ചെയ്ത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആഹ്, മനസ്സിലാകും അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ പലതും നിങ്ങൾക്ക് തോന്നും. ഇതാണോ ഡിവൈൻ്റെ ലൈഫ്? അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ആഹ്, അമ്മച്ചി പറയായിരുന്നു എൻ്റെ നാള് പൂരുരുട്ടാതിയാ. അപ്പൊ പൂരുരുട്ടാതി ഉള്ളവർ ഇങ്ങനെ എപ്പോഴും ഒരിടത്ത് സ്ഥിരതയില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുംന്ന് പറയും. എൻ്റെ ലൈഫും ഏകദേശം അങ്ങനെ ആയിരുന്നു. ഒരു ലൈഫോ ഒരു ഒരു ടൈം വരെ എൻ്റെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോ ഫ്രം ദ ബിഗിനിങ് പറയാം അല്ലേ? ഫ്രം ദ ബർത്ത് പറയാം. അതായിരിക്കും നല്ലത്. അല്ലാതെ അത് അന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നൊന്നും പറയുന്ന കാര്യമില്ല. എൻ്റെ പേരൻറ്സ് ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ ലീലാമ്മ, ആം, ശരിക്കുള്ള പേര് എലിസബത്ത് എന്നാണ്. അച്ഛൻ ജോണി, MC ചാക്കോ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ രണ്ടുപേരും 2 ഡിഫറെന്റ് ഒരു ടൈപ്പ് ഓഫ് ഫാമിലിന്ന് വന്നവരാണ്. അമ്മയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അന്ന് കാലത്തെ അമ്മയുടെ അമ്മ ഗവൺമെന്റിലെ നേഴ്സാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പം ഡാഡി എന്നാണ് പറഞ്ഞത്. ഡാഡിയും മമ്മിയും അങ്ങനെയാണ്. അപ്പം ഡാഡി TVSലെ ഡ്രൈവറായിരുന്നു. അപ്പോൾ ബ്രദേഴ്സ് ആയാലും 3 ബ്രദേഴ്സിന്റെ ഒരേ ഒരു പെങ്ങളാണ് എൻ്റെ അമ്മ. അപ്പൊ അവരും 3 പേരും വലിയ ഒരാള് മിലിറ്ററി, ഒരാള് എന്താ പറയാ ആർമിയില്, ഒരാള് ആഹ്, എന്താ പറയുന്നെ എന്ത് എന്ത് ഇതാണ് ഹോട്ടൽ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങള് ചെയ്യുന്ന ആളാണ് ട്ടോ. അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാ ഒരു ഹൈഫൈ ലൈഫ് തന്നെയായിരുന്നു. അന്നത്തെ കാലത്തെ ഹൈഫൈ ലൈഫായിരുന്നു. വീട്ടില് സെർവന്റിനെ വെച്ച് മോളെ നോക്കാൻ നിർത്തുക. അന്നത്തെ കാലത്ത് അമ്മ ബികോം പഠിച്ചിട്ട് ജോലി ചെയ്യ LICയിലും എംപ്ലോയ്മെന്റിലും ടീച്ചറായിട്ടും ഒക്കെ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ട്ടോ. അച്ഛച്ചന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പക്കാ ഒരു ട്രഡീഷണൽ ഫാമിലി എന്ന് പറയാം. അമ്മച്ചീനെ ഒരു എനിക്ക് തോന്നുന്നത് അമ്മച്ചി പറയും ഞാൻ ഇവിടെ വന്നിട്ടാ പീരീഡ്സ് ആയെന്നൊക്കെ പറയും ട്ടോ. അങ്ങനൊരു ഇത് അമ്മച്ചിക്ക് ഈ പറഞ്ഞ പോലെ ബാവുച്ചായൻ, ലീലാമാൻറ്റി, തങ്കച്ചാച്ചൻ, അച്ചുൻചായൻ, അച്ചച്ചൻ ഈ 5 മക്കളാണ്. ഇളയാളാണ് അച്ചച്ചൻ. പക്ഷെ ഇതിന് ഇളയത് 6ാമത്തെ ഒരാളുണ്ടായിരുന്നു ജോഷി എന്ന് പറഞ്ഞ ആള്. ആള് ചെറുപ്പത്തിൽ തന്നെ പൊട്ടക്കിണറ്റ് വീട്ടിൽ മരിച്ചുപോയ ഒരാളാണ് കേട്ടോ. അപ്പൊ ഇവര് പെരുമൻചിയില് അതായത് ചങ്ങനാശ്ശേരി പെരുമൻചിയില് താമസിക്കുന്നു. അമ്മയൊക്കെ ആദ്യം തമിഴ്നാട്ടിലായിരുന്നു കുറേ വർഷങ്ങള്. പിന്നെയാണ് വന്ന് കുമളിയിൽ സെറ്റിൽഡ് ആവുന്നതും ഈ പറഞ്ഞ പോലെ എന്താ അത് അമ്മയുടെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഡാഡിയുടെ വീട് കുമളിയാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അമ്മയുടെ ഒരു കല്യാണത്തിന് ഒരു 2 വർഷം മുമ്പ് മമ്മി മരിച്ചുപോയി. അമ്മ ആ ഒരു സ്റ്റേജിൽ ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സംസാരം നിന്നുപോയി. ആരും ഇല്ലാണ്ടാവുക. നമുക്ക് അമ്മ ഇല്ലാണ്ടായാലൊരു വിഷമം. അമ്മ പറയും എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മയില്ലാണ്ട ഞാൻ ഇറങ്ങിയെന്ന്. പക്ഷെ അന്നത്തെ കാലത്ത് 10, 30 പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് ഇങ്ങോട്ട് പവന്റെ കണക്കൊക്കെ പറയുന്ന മീൻസ് അന്ന് അമ്മ അത്രയും പ്രൗഢിയോടെയും ആഢ്യത്തോടു കൂടി ആഢ്യതയോടും കൂടിയാണ് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്നത്. അച്ചായും അമ്മച്ചിയും ഈ 5 മക്കളടങ്ങുന്ന കുടുംബമാണ്. ലാസ്റ്റാണ് അച്ചച്ചന്റെ കല്യാണം. ബാക്കി എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ട് ട്ടോ. അപ്പം
വന്ന് അപ്പൊ അച്ഛന് കല്യാണ സമയത്ത് അച്ഛനൊരു പ്രസ്സായിരുന്നു വീട്ടില്, പ്രിന്റിംഗ് പ്രസ്സായിരുന്നു. കുറെ ജോലിക്കാരെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്നെ പോലെ തന്നെ സെയിം എൻ്റെ ഒരു സെയിം കാറ്റഗറി ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 10-ാം മാസം കുട്ടിയുണ്ടായി. അവരുടെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഡിസംബറിലായിരുന്നു. ഒക്ടോബർ 7 ഞാനുണ്ടായി. അമ്മേനെ നോക്കിയതൊക്കെ ഡാഡിയും മോളി ആൻറ്റിയും കൂടെയാണ് കേട്ടോ. ഡെലിവറി സമയത്ത് അമ്മയില്ല. ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം വൃത്തിയിൽ ചെയ്തിട്ട് പോയി. ആഹ് ആദ്യം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പെൺകുട്ടിയാന്ന് അറിഞ്ഞപ്പം അച്ഛച്ചൻ വന്നില്ല, കണ്ടില്ല. അച്ഛന് ആൺകുട്ടീനെ ആയിരുന്നു ഇഷ്ടം. പക്ഷെ പിറ്റേ ദിവസം വന്ന് കണ്ടെങ്കിലും പിന്നെ എല്ലാ ആഴ്ചയും വന്ന് കാണുമായിരുന്നു. സെയിം എന്നെ ഡോൺ ചേട്ടൻ കാണാൻ വരുമ്പോ അമ്മ പറയുന്നത് എനിക്ക് അച്ഛച്ചനെയാണ് ഓർമ്മ വരിക. അച്ഛച്ചൻ എല്ലാ വീക്കെൻഡ്സിലും വരുമായിരുന്നു അമ്മേനെ കാണാൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാമോദിസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരെ എന്നെ മാമോദിസ മുക്കിയത് തങ്കച്ചാച്ചനും ലൈസാമ്മാൻ്റെയും കൂടെയാണ് കേട്ടോ. അവരുടെ മക്കളാണ് എബിനും എഡിസിനും എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടൊരു 5-6 വർഷം പോയി. നമ്മുടെ കുറുമനാടൻ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചു, മഠത്തിൽ പഠിച്ചു. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ലൈഫിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. ഒബ്വിയസ്ലി ബിസിനസ്സുകാരാണ്, പല ബുദ്ധിമുട്ടുകളും വരും. അപ്പം വീട്ടില് പറഞ്ഞല്ലോ, വീട്ടില് പ്രശ്നമുണ്ട്. നമ്മളൊരു 12 മുറികളുള്ള ഒരു വീടായിരുന്നു നമ്മുടെ വീട്. അപ്പൊ അതിലൊരു സെക്ഷൻ അച്ഛൻ പ്രസ്സിനായിട്ട് എടുത്തു. അവിടെ കുറെ ജോലിക്കാരും ഒക്കെ ആയിട്ട് ചെയ്തു. അപ്പൊ നമ്മളെപ്പോഴും പറയും ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ. അതിനു മുമ്പ് ബിസിനസ് വികസിപ്പിക്കാനായിട്ട് പെരുമൻചി പെരുമൻചി ഒരു കടയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് അവിടെ കുറെ ജോലിക്കാരെ വെച്ചിട്ട്. അപ്പം അന്നത്തെ കാലത്തും ഈ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നും അച്ഛൻ വീട്ടിലൊന്നും ഡിസ്കസ് ചെയ്യില്ല. എന്താ ചെയ്യണ്ടേ, ഏതാ ചെയ്യണ്ടേ എന്നൊന്നും. അതേ സമയത്ത് അച്ഛൻ്റെ ഒരു മൂത്ത ചേട്ടനുണ്ട്, തങ്കച്ചാച്ചൻ എന്ന് പറഞ്ഞ ആൾ. അങ്ങനെയല്ല, ഭയങ്കര 10 വെച്ച് 20 എടുക്കും, 20 വെച്ചിട്ട് 40 എടുക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ആളെ ഒന്ന് കോപ്പി ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ കോപ്പി ചെയ്ത് ദടേന്ന് പറഞ്ഞ താഴോട്ടാണ് വീണത്. നമ്മൾ പിന്നെയാണ് അറിയുന്നത് ലോൺ എടുത്തിട്ടുണ്ട്, അത് കുടിശ്ശിക്ക് മേലെ കുടിശ്ശികയായി. എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുന്ന ഒരു സമയമാണ്. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളിനി എന്ന് ചോദിച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ഓപ്ഷൻ അച്ഛന് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. വീട്ടിൽ പോലും കടക്കാരുടെ ശല്യം ഒക്കെ ആയിട്ട് ഞാനൊന്ന് പേടിച്ചൊരു മുറിയിൽ കുത്തിയിരുന്ന സമയങ്ങളുണ്ട്. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആഹ് ഒരു ടൈമുണ്ട്. അതൊന്നും എനിക്കൊരിക്കലും ആ ഒരു 6 വർഷം എൻ്റെ ഒരു 6 വയസ്സ് വരെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണിൽ ഉണ്ണിയായിട്ട്. തറവാട് പണ്ട് പറയത്തില്ലേ ഇളയ മകനുള്ളതാന്ന് പറഞ്ഞു. ആ വീട്ടിലെ റാണിയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കൊഞ്ചിക്കുട്ടിയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന മെഡിസിനും ചിനിക്കുട്ടിയാണ് കേട്ടോ. ചിനിക്കുട്ടി എന്ന് പറഞ്ഞ അച്ഛൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ മകളാണ്. ഇപ്പോൾ ആള് UK സെറ്റിൽഡ് ആണ്. ആളും കുറേ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ. അങ്ങനെ 6-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കടബാധ്യതകളുണ്ട്. അപ്പം അച്ചായിക്ക് ഓട്ടോമാറ്റിക്കലി ടെൻഷൻസ് വന്നു തുടങ്ങി. എൻ്റെ മോൻ ഇതെല്ലാം നശിപ്പിച്ചു, ഇനി എന്താ ചെയ്യാന്നുള്ളത്. ആൾക്കപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു. എനിക്ക് മേ ബി തോന്നുന്നു ടെൻഷൻ കയറിയിട്ടായിരിക്കും. ഷുഗർ കൂടി പണ്ടത്തെ കാലത്ത് കാലിൻ്റെ വിരലുകളൊക്കെ പഴുക്കും. അങ്ങനെ ആദ്യം തള്ളവിരൽ വെട്ടി, വെട്ടി നല്ല മുറിച്ചു. പിന്നെ ആ ഒരു പഴുപ്പ് കയറി കയറി കാലിലോട്ട് കയറി, കാല് പകുതിക്ക് വെച്ച് മുറിച്ചു. അന്നൊക്കെ അമ്മയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തമിഴ്നാട്ടിലേക്ക്, ഈറോഡിലേക്ക്. അതും സെറ്റ് ചെയ്ത് തരുന്നത് എഡിസന്റെ ഫാദറാണ്. എഡിസന്റെ ഫാദറിനൊരു പണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു കേട്ടോ, നമ്മുടെ എസ്റ്റേറ്റ് പടിക്കല് ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ ആളുടെ കമ്പനിയിലേക്ക് ആ കവറിലേക്കൊക്കെ ഒഴിക്കാനുള്ള, അല്ല പ്രിന്റ് ചെയ്യാനുള്ള ഇങ്കൊക്കെ കൊടുത്തിരുന്നത് തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള പഴനിയപ്പൻ എന്ന് പറഞ്ഞൊരു ആളാണ് കേട്ടോ. ആളുടെ കമ്പനിയിൽ ജോലി റെഡിയാക്കിയിട്ട് ആദ്യം അച്ഛൻ പോവാണ്. ഇടയ്ക്ക് വരും, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ വരും. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, നമ്മളെ വീട് വിൽക്കാം. അപ്പം അപ്പോഴത്തേനും അമ്മയുടെ വീട്ടുകാർ ഇടപെട്ടു. അമ്മ അപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം കൊടുത്തിട്ട് പക്ഷെ എല്ലാവരും ഇടപെട്ടപ്പോൾ അത് കയ്യിൽ നിന്ന് പോയിട്ട് പറഞ്ഞു. അന്ന് എനിക്കിപ്പോഴും സങ്കടം വരും ചില സമയത്ത്. 50 സെന്റും ഒരു വലിയ വീട്ടിൽ താമസിച്ചൊരു വ്യക്തി ഒരു 6 സെന്റുള്ള ഒരു ഭൂമിയിൽ ഒരു കുഞ്ഞു വീട്ടിൽ, മീൻസ് കൊച്ചായിട്ടല്ല ഞാൻ പറഞ്ഞത്, എവിടെ കിടന്ന് ഞാൻ എവിടെ വന്ന് ഇരിക്കുന്നു. അല്ലെങ്കിൽ എപ്പോഴും എന്നോട് വീട്ടിലുള്ള എല്ലാവരും പറയും ഡിവൈൻ ഏതൊരു നിരയിലെത്തേണ്ട ഡിവൈനായിരുന്നു, ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹേർട്ടിങ് സെക്ഷൻസ് ആയിരുന്നു. ആ ഒരു 7 വയസ്സിൽ കാണാവുന്നതിൻ്റെ അറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം അച്ഛൻ ഈ റോഡിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ വീട് വിൽക്കുകയാണ്, വേറെ ഓപ്ഷൻസ് ഇല്ല. 50 സെന്റും വീട് നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ വിൽക്കാനെ ഏൽപ്പിക്കുന്നത് അച്ഛൻ്റെ ചേട്ടനെയാണ്. എല്ലാവരോടും പറഞ്ഞ് ആരുടെയൊക്കെ അടുത്ത് വാങ്ങിച്ചോ, ബോറോ ചെയ്തൊക്കെ അവരെ തരാം, അല്ലെങ്കിൽ ബാങ്കിൽ അങ്ങനെയൊക്കെ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആളെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അപ്പോൾ
അപ്പോഴും അമ്മയുടെ ബ്രദേഴ്സ് പറഞ്ഞു, നീ അവനെ വിട്ടേക്ക്, നമുക്ക് വേണ്ട, അത് ശരിയാവില്ല. അപ്പോ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാണല്ലോ, പെണ്ണിന്റെ ഗോൾഡ് പണയം വെക്കുക, അതൊക്കെ ചെയ്ത് അമ്മയുടെ ഓൾമോസ്റ്റ് ഗോൾഡ് പോയിരുന്നു. അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഭർത്താക്കന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കുക. അമ്മ എപ്പോഴും പറയാം, എൻ്റെ മോൾക്ക് ഇടായിരുന്നു അത്, 30 പവൻ പോയി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ കേട്ടോ. അപ്പം അമ്മയുടെ ബ്രദേഴ്സൊക്കെ പറഞ്ഞു, ഇല്ലമ്മ നമുക്ക് ഈ ബന്ധം വേണ്ട, നമുക്കിത് നിനക്ക് അമ്മയ്ക്ക് അപ്പൊ കുമ്മളിയിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു, അവിടെ നിനക്ക് വീട് വെച്ച് തരാം, നീ അവിടെ ഇരുന്നോ, അവനുമായിട്ടുള്ള യാതൊരു ബന്ധവും, മീൻസ് ആസ് എ ബ്രദേഴ്സ് അവർ അവരുടെ സിസ്റ്ററിനെ സേഫ് ചെയ്താണ്. ഒരു ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല, നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പക്ഷെ അമ്മയെ ഞാൻ അപ്പോഴും സമ്മതിച്ചിട്ട്, അമ്മ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, എവിടെയാണോ ജോണി അവിടെ ആയിരിക്കും എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ മോള് അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാന്ന് അപ്പോഴത്തേനും പിണങ്ങി എല്ലാവരും. പിണങ്ങിയെങ്കിലും അവരൊപ്പം നിന്നു കേട്ടോ. അവര് പിണങ്ങാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങള് പറഞ്ഞിട്ട് ഞങ്ങളുടെ പെങ്ങൾ ആ കാര്യം കേട്ടില്ല എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ അന്നും ഞാൻ കണ്ടിട്ടുള്ളത്, അച്ഛച്ചന്റെ അമ്മയും അപ്പനും അമ്മേനെ കൂട്ടിപ്പിടിച്ചിരുന്നു. അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മള് ആദ്യം അച്ഛച്ചൻ പോയി അവിടെ വീടൊക്കെ സെറ്റാക്കി. അപ്പം പഴനിയപ്പൻ അങ്കിള് തന്നെ നമുക്ക് വീട്, പുള്ളിയുടെ ഒരു റെന്റഡ് ഹൗസ് ഉണ്ട്, അവിടെ നമുക്ക് വീട് തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ താമസിച്ചിരുന്ന വീട് ആദ്യം നമ്മൾ സ്ഥലം വിൽക്കാം, അങ്ങനെ കുറെ പ്ലാനിങ് ഒക്കെ വന്നപ്പോൾ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തു ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മുടെ കുറച്ച് സാധനം ആ വീട്ടിലിട്ടിട്ട് ബാക്കി സാധനങ്ങളുമായിട്ട് നമ്മൾ ഈറോഡിലേക്ക് പോവാണ്. അമ്മച്ചി തങ്കച്ചാച്ചന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴത്തേനും അച്ചായി മരിച്ചിട്ടുണ്ടായിരുന്നു. അത് അച്ഛച്ചനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണ് അച്ചായിയുടെ മരണം. എൻ്റെ 7ാം വയസ്സ് വരെ എൻ്റെ അപ്പൻ വെള്ളം അടിക്കില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് വെള്ളം അടിക്കുമായിരുന്നെങ്കിലും അതൊക്കെ പോട്ടയിൽ ഡിവൈനിൽ വന്ന് ധ്യാനം കൂടിയിട്ടാണ് അച്ഛച്ചൻ നേരെയായെന്ന് പറയും. അതുകൊണ്ടാണ് അച്ഛച്ചൻ എനിക്ക് ഡിവൈൻ എന്ന് പറഞ്ഞൊരു പേരിട്ടത് കേട്ടോ. അവിടെ ആയിരുന്നു ആക്ച്വലി ഒരു വൈദിക ജീവിതത്തിൽ അല്ലെങ്കിൽ ബ്രദറായിട്ടൊക്കെ പോകാനിരിക്കുമ്പോഴാണ് നമ്മുടെ വട്ടായിലച്ഛൻ പറയുന്നത്, വട്ടായിലല്ല, നമ്മുടെ ഹോട്ടലിലെ അച്ഛനും അച്ഛൻ്റെ പേര് ഇപ്പം എൻ്റെ വായിൽ വരും. അച്ഛൻ പറഞ്ഞ്, നീ ഇങ്ങനെ നടന്നാൽ പോരാ, നിനക്കൊരു കുടുംബജീവിതമൊക്കെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അച്ഛൻ ഒരു 7 വർഷം വരെ വെള്ളം അടിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷെ അച്ചായിയുടെ മരണം അച്ഛനെ വല്ലാണ്ട് മെന്റലി അത് ബാധിച്ചു. കാരണം ഞാൻ കാരണം എൻ്റെ അപ്പൻ ദണ്ണിച്ച് ദണ്ണിച്ച് മരിച്ചു പോയി എന്നുള്ളൊരു തോട്ട് അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. അന്ന് തൊട്ട് അച്ഛൻ വീണ്ടും മദ്യപിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അച്ഛൻ പോയി മരണത്തിനൊക്കെ വന്ന് ഒളിച്ചും പാത്തും ഒക്കെ വന്ന് പോയി ട്ടോ. അതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒളിച്ചു വന്ന് കണ്ടിട്ടാണ് പോയത്. അന്ന് കടക്കാരന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മള് പോവാണ്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട്, എനിക്ക് എപ്പോഴും നമ്മുടെ വലിയ ലോറികളൊക്കെ ഇല്ലേ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ, അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് പറയും, എനിക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മേ ബി അവർക്ക് അതിന് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ആ ഒരു ഫീലിംഗ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ലോറിയിൽ നമുക്ക് നമ്മുടെ നെയ്ബർ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ തങ്കച്ചാച്ചന്റെ ഫ്രണ്ട് തന്നെ, ആന്റണി അങ്കിൾ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല വ്യക്തമായിട്ട്. അങ്കിളാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അമ്മയും ഞാനും ലോറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വാളയാറൊക്കെ വരുമ്പോൾ, സത്യം വാളയാർ എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരിക. നമ്മൾ അന്നൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ വലിയ ലോറിയിൽ 4-1 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങള് നമ്മളെ സെക്യൂർ ആയിട്ട് കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. ഇപ്പോഴും എനിക്കും അമ്മയ്ക്കും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ലോറിയിൽ പോയതും ഒരു രാത്രി മൊത്തം അമ്മേനെ കെട്ടിപ്പിടിച്ചിരുന്നതും ഒക്കെ. അങ്ങനെ നമ്മൾ ഈ റോഡിലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം തോമോനെ സ്കൂളിൽ ചേർക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ സ്കൂളിൽ ചേർക്കാവുള്ളൂ. ഞാൻ ഭാവൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ലൈഫ് ഇവിടെയാണ്. ഇപ്പൊ നമ്മള് അഥവാ ഭാവിയിൽ വീട്, മമ്മി എപ്പോഴും പറയും, നിങ്ങൾക്ക് നിങ്ങളതായ ഒരു കൂട് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എന്തായാലും നമ്മൾ ആ കൂട് തൃശ്ശൂരെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലാനിൽ കുട്ടീനെ സ്കൂളിൽ ചേർക്കുക. സ്കൂളിംഗ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള. സ്കൂൾ മാറി 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 മാറിയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് വീടൊക്കെ അപ്പോഴത്തേനും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എനിക്ക് ഈ 7 വയസ്സിൽ ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു പ്രായമാണ് എൻ്റെത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ആദ്യം ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് എന്നൊരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ എന്നെ ചേർത്തു. അവിടെയും അമ്മ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്ന് എന്നെ കൊണ്ട് നടന്നിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും എനിക്കൊന്ന് 1 വർഷം അവിടെ പഠിച്ചിട്ടുള്ളൂ.
എനിക്ക് തമിഴ് പിക്കപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മലയാളത്തിന്റെ ബേസിൽ നിന്ന് പെട്ടെന്ന് തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് സങ്കടം വരുമായിരുന്നു. അവസാനം തമിഴ് കിട്ടുന്നില്ലെന്ന് കണ്ടപ്പം സംഭവം അമ്മയ്ക്ക് തമിഴ് അറിയാം, അമ്മ എന്നെ വീട്ടിൽ പഠിപ്പിക്കാന്ന് പറഞ്ഞ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പഠിച്ചില്ല ആ സമയത്ത്. ഇല്ല, ഞാൻ ട്യൂഷന് പോയി പഠിച്ചോളാം എന്ന് സ്കൂളിൽ തന്നെ കുറച്ച് നേരം മിസ് എനിക്ക് വേണ്ടി. ആ മിസ് എന്ന് പറയുന്നൊരു മലയാളിയായിരുന്നു, പക്ഷെ ബ്രോൺ ആൻഡ് ബോട്ടപ്പ് തമിഴ്നാടായിരുന്നു. അപ്പം അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ല ഇങ്ങനെ തലക്കിട്ട് കൊട്ടും, കൈയുടെ ഈ എല്ലുകളിൽ തടിയുടെ സ്കെയിലും കൊണ്ട് അടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്കിത് എത്ര പിക്കപ്പ് ചെയ്തിട്ടും എനിക്കിത് പറ്റണില്ല, എനിക്ക് കിട്ടണില്ല ഈ സാധനം. ഒരു ദിവസം എന്നെ അടിച്ചു. എനിക്കത് സഹിക്കാവുന്നതിനും നാണക്കേടിന്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കും, ചത്ത് കിടന്ന് പഠിക്കും, എനിക്ക് 100ൽ 100 വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് പിറ്റത്തെ പരീക്ഷയ്ക്ക് 100ൽ 100 വാങ്ങിച്ച് മാമിനോട് പറഞ്ഞു, അടിക്കണ്ടായിരുന്നു മിസ്സേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ മറക്കില്ല. പക്ഷെ ആ അടിയിലാണ് ഞാൻ പഠിച്ചത്, ആ വാശിപ്പുറത്താണ് ഞാൻ പഠിച്ചത്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് അമ്മയ്ക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ സ്കൂൾ മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേനും 7th ഡേയിലേക്ക് മാറ്റി തന്നെ. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ആ സ്കൂൾ, എനിക്ക് പൊതുവേ ഇഷ്ടമായിരുന്നു. 3rd 4th അവിടെ പഠിച്ചു. 7th ഡേയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് ആദ്യം ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എങ്ങനെയില്ല ബോർഡിൽ ഫോട്ടോ വരുത്തണം അമ്മ എന്ന് പറയും. അങ്ങനെ ആ 2 വർഷം എല്ലാ എക്സാമിനും നമ്മുടെ കോട്ടകൾ ടേമിലി എല്ലാം എക്സാമിനും എൻ്റെ ഫോട്ടോ അവിടെ ഫസ്റ്റിലോ സെക്കൻഡിലോ കണ്ടിന്. തേർഡിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല, ഫസ്റ്റിലോ സെക്കൻഡിലോ കാണണമെന്ന് പറഞ്ഞ് വാശിക്കിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ട്രാവലിങ്ങിന്റെ പ്രശ്നം. നമ്മളൊരു കോളനി, ഇപ്പൊ വില്ലാസ് എന്ന് പറയും, അന്ന് കോളനി എന്നാട്ടോ തമിഴ്നാട്ടിൽ പറയാ. ഒരു കോളനിയിൽ ഇങ്ങനെ താമസിക്കും, എല്ലാ വീടും ഒരുപോലെയാണ് കേട്ടോ ഇരിക്കുക. ഈ വീട് എങ്ങനെയാണോ അപ്പുറത്തെ വീട് ഓപ്പോസിറ്റ് വീടും സെയിം പോലെ ആയിരിക്കും. അപ്പൊ അവിടുത്തെ പിള്ളേരെല്ലാം JC's മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ പഠിക്കുക. വലിയ സ്കൂളാണ്. നമ്മുടെ ഇപ്പൊ നമ്മൾ പറയുന്നത് തൃശ്ശൂർ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന പോലെ ഈറോഡിലെ വലിയൊരു സ്കൂളായിരുന്നു JC's മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അമ്മ ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി അമ്മ എന്നെ അവിടെ ചേർത്തു. സത്യം പറഞ്ഞാൽ ഈ സമയങ്ങളിലൊന്നും അച്ഛന് ഇഷ്ടമില്ല തമിഴ്നാട്ടിൽ നിൽക്കാൻ. കാരണം അച്ഛന് തമിഴ് യാതൊരു വിധത്തിലും വരുന്നില്ല. പക്ഷെ ഞാനും അമ്മയും അവിടെ യൂസ്ഡ് ആയി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ലൈഫ്, ഹാപ്പി എന്നല്ല, ഒരു സൈഡ് നാട്ടിൽ കടങ്ങളൊക്കെ ഒതുങ്ങി സെറ്റായി. ഞങ്ങൾ വെക്കേഷന് വീട്ടിൽ വരും, അമ്മച്ചിനെ കാണും, പോകും. ഒരു വെക്കേഷൻ അമ്മച്ചിനെ എബിൻചേട്ടനെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ അച്ഛൻ പതുക്കെ പതുക്കെ പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല, എനിക്ക് നാട്ടിൽ പോയി സെറ്റിൽ ആവണം. വീണ്ടും ഒരു ബോംബ്. നമ്മളിവിടെ എല്ലാം സെറ്റായിട്ട് വന്നതിന് അപ്പൊ അമ്മ ചോദിച്ചു, എവിടെ പോയി താമസിക്കും നമ്മള്? അപ്പൊ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പോലെ പറ്റില്ലല്ലോ, നമുക്കൊരു ഇത് വേണമല്ലോ. അപ്പം വീട്, പിന്നെ അതും പറഞ്ഞ പ്രഷറായി. വീട്ടിൽ ആർക്കും സ്വസ്ഥതയില്ലാണ്ടായി. ഞാൻ ശരിക്കും JCSൽ എൻജോയ് ചെയ്ത ഒരു, എനിക്കൊന്ന് ജൂലൈ വരെ അവിടെ പഠിച്ചു. ജൂൺ ജൂലൈ 2 മാസം പഠിച്ചു. അവിടെയും നല്ല ഒരു എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മള് അപ്പന്മാര് പറയുന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭർത്താവ് പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ നമ്മൾ നാട്ടിൽ വന്ന് വീട് അന്വേഷിക്കാൻ തുടങ്ങി. നമ്മൾ അവിടെ നിന്നൊന്നും വിട്ടിട്ടില്ല. അച്ഛൻ നാട്ടിലേക്ക് വന്നിട്ട് വീട് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ വീട് വാങ്ങിക്കില്ല. അത് ഭയങ്കര നിർബന്ധം, നാണക്കേട്, ദുരഭിമാനം എന്നൊക്കെ പറയത്തില്ലേ, അതിലൊന്നായിരുന്നു അത് കേട്ടോ. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് മണർകാട് വീട് അന്വേഷിച്ചു. അപ്പം മണർകാടാണ് അമ്മയുടെ ഒരു കസിൻ ജെസ്സി ആന്റിയും അപ്പയും താമസിക്കുന്നത്. അപ്പൊ അപ്പേനെ കൊണ്ട് നമ്മൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങപ്പോൾ നമ്മൾ വന്നു നാട്ടിലേക്ക്, മണർകാട് വന്ന് നമ്മൾ കണിയാങ്കുന്നിൽ ഒരു നമ്മൾ താഴോട്ട് 4 മണിക്കാറ്റ് പോകുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് വീട് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ വീട്ടിൽ പോകുമ്പോഴും അപ്പയും കൂടെ പോവും. അപ്പ ഇങ്ങനെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരുന്ന വ്യക്തികളിൽ ഒരാളായിട്ട് ഞാൻ അപ്പേനെ കണക്കൂട്ടിടും. ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയും. അത് പലരുടെ കാര്യങ്ങളിലും അത് ഫലിച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പോയപ്പോഴും ജോണിങ്ങൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നമുക്ക് ഈ വീട് വേണ്ട, കുറച്ചും കൂടെ പൈസ ഇട്ടിട്ട് നമുക്ക് താഴെ നിരപ്പായ സ്ഥലത്ത് വാങ്ങിക്കാം. അച്ഛൻ ഇത് വേണം. നോക്കിയപ്പോ കിണറുണ്ട്, കാര്യങ്ങളുണ്ട്. ആ കയറ്റത്തിൽ നമുക്ക് മാത്രമേ കിണറുള്ളൂ. പിന്നെ നമ്മുടെ ആ ഷോന്റെ വീട്ടിൽ മാത്രമേ കിണറുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മച്ചി ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ വീട് വാങ്ങിക്കുകയാണ്. അവിടെ ഒരു ട്വിസ്റ്റ് വന്ന എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, ഒരു അമ്മ തന്റെ മകന്റെ പേരിൽ വീട് വാങ്ങിച്ചു കൊടുക്കുക, തന്റെ മരുമകളുടെ പേരിൽ വീട് വാങ്ങിച്ചു കൊടുത്തു. കാരണം ഇനി അവൻ ബിസിനസ് ചെയ്യുമെന്ന് പറഞ്ഞ വീട് തൊലയ്ക്കുവോ, ഇങ്ങനെ തന്നെ കേട്ടോ പറഞ്ഞ, ഒരു സംശയമില്ല, ഈ ഒരു വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പൊ അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം മരുമകളുടെ പേരിലാണ് ആ വീട് വാങ്ങിക്കുന്നത്.
ഇന്നത്തെ കാലത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. അന്നത്തെ ആ ഒരു എനിക്കൊന്ന് 2005 അത് സംഭവിക്കുന്നത്. എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരില് പിന്നെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം മേ ബി അമ്മച്ചി ഹെൽപ്പ് ചെയ്ത് അമ്മച്ചിക്ക് വേണ്ടി അച്ചായി കുറേ പൈസ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതീന്നൊരു ഓഹരി നമുക്ക് തന്നിട്ടാണ് നമ്മൾ ആ വീട് വാങ്ങിക്കുന്നത്. പിന്നെ അതിന്റെ മോളിലുള്ള പണികളായി. ബാത്റൂം അകത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ബാത്റൂമൊക്കെ അകത്ത് സെറ്റാക്കി, റൂമുകളൊക്കെ സെറ്റാക്കി. ഒരു പഴയ വീട് ട്ടോ. അച്ഛച്ചന് പക്ഷെ അച്ഛച്ചനെന്നല്ല എനിക്കോ അച്ഛച്ചനോ ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മള് തമിഴ്നാട്ടിൽ താമസിച്ച വീട് നല്ല വീടായിരുന്നു ട്ടോ. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല. എനിക്കൊന്നും നമ്മള് മനസ്സില് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരിടത്ത് വന്ന് നമ്മൾ താമസിക്കുവോ? എന്താ? ഏതാ? പിന്നെ നമ്മളത് യൂസ്ഡ് ടു ആയി. പിന്നെ നാട്ടില് വന്നിട്ട് ചേർന്നതാണ്. 5ത്തിലും 6ത്തിലും ഇൻഫന്റ് ജീസസ് സ്കൂളിലാണ് ചേർന്നത്. പക്ഷെ അവിടുന്ന് CBSE പഠിച്ചിട്ട് വന്നിട്ട് എനിക്ക് കേരള സിലബസ് അതുപോലെ മലയാളം എനിക്ക് പറ്റണില്ലായിരുന്നു. എനിക്ക് ഇപ്പൊ പറഞ്ഞാലും എനിക്കറിയില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിയില്ല. എല്ലാം ഒരു ഊഹാപോഹാണ്. വായിക്കാൻ അറിയാം നല്ലപോലെ. എന്നാലും ഇടയ്ക്കൊന്ന് തപ്പും ഞാൻ. അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടുന്നും എന്നെ സെന്റ് മേരീസ് സ്കൂളിലേക്ക് മാറ്റി. CBSEയിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരും. അച്ഛച്ചൻ തന്നെ ആയിരിക്കും കേട്ടോ. അവിടെ എല്ലാം അമ്മ അച്ഛച്ചനെ വിടാതെ പിടിച്ച് 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 അവര് തമ്മിലുള്ള ബോണ്ട് എന്താന്ന് എനിക്ക് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. ഒരിടത്തും അച്ഛച്ചനെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ച് നിർത്തി അമ്മയ്ക്ക് പോവോ നിങ്ങൾ പൊക്കോ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പല മീൻസ് അമ്മേനെ വീട്ടിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഏത് കാലത്തും ഇപ്പോഴായാൽ പോലും പല പ്രശ്നങ്ങൾ വരുമ്പോഴും അമ്മയോട് പറയും നീ എന്തിനാ ഇനി അവിടെ നിൽക്കുന്നു നീ ഇങ്ങോട്ട് പോര് ശിഷ്ടകാലം നീ ഇവിടെ സ്വസ്ഥതയിൽ ജീവിക്ക് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷെ അമ്മ പറയും കല്യാണം എന്നൊരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ശിഷ്ടകാലം അയാളുടെ കൂടെയാണ്. അല്ലാതെ അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടിട്ട് വരാൻ പറ്റില്ല. എന്നോടായാലും പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സത്യമായിട്ടും ഞാൻ പറഞ്ഞു അമ്മ എന്തിനാണ് ഈ അച്ഛച്ചനെ ഇങ്ങനെ സഹിച്ച് ഇവിടെ ഇരിക്കുന്നത്? അമ്മയ്ക്ക് ഇട്ടിട്ട് പൊക്കൂടെ എന്ന് ചോദിച്ച് സ്വന്തം മകളായ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ പറയും പറയാൻ ഭയങ്കര എളുപ്പമാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. അതും വളരെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക. ഞാൻ ഈ ഒരു എളിമെന്നല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചത് അമ്മയുടെ കയ്യിൽ നിന്നാണ് കേട്ടോ. അതിലൊന്നും ഒരു സംശയമില്ല. പൈസയെല്ലാം ശേഖരിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന നിലയ്ക്കാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. നല്ലത് മാത്രം പഠിപ്പിച്ച് അതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ നാട്ടിൽ വന്ന് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം എൻ്റെ ആദ്യ കുർബാന നടത്തിയ അമ്മ അതും വളരെ നല്ല രീതിയിൽ നടത്തി. പിന്നെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയിട്ട് പാൻക്രിയാറ്റിക് പ്രോബ്ലം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയും ജീവിച്ചിരിക്കില്ല നിങ്ങൾ വിളിച്ചറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം പേടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ കിടന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഷോണിന്റെ ഒക്കെ വീട്ടിൽ അവരൊക്കെ വരുന്നതിന് മുമ്പ് ജോയങ്ങളും ഗ്രേസി ആന്റി ഫാമിലിയുടെ അവർക്ക് 3 പെൺമക്കളാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ 5-6 ദിവസം നിന്നത്. പിന്നെ കിടന്നപ്പം അപ്പോഴത്തേനും അവര് വീട് വെച്ചിട്ട് പോയി. കാരണം എനിക്ക് സ്കൂളിൽ പോണം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ഇതിനിടയ്ക്ക് തങ്കച്ചാച്ചൻ മരിച്ചുപോയി വയ്യാണ്ടായിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചു പോവുക ചെയ്തത്. അത് ഭയങ്കര ഒരു ലോസ് ആയിരുന്നു. കാരണം ആ പ്രോബ്ലത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഇന്നായാൽ പോലും ലൈസാമാൻറ്റി എന്തിനും ഏതിനും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ലൈഫ് അങ്ങനെ പോയി. നമ്മൾ ആ വീടുമായിട്ട് യൂസ്ഡു ആയി. നമുക്കങ്ങനെ പുച്ഛിച്ചിറങ്ങിപ്പോ വേറെ സ്ഥലമില്ല നമുക്ക് അതുമായിട്ട് പോവാ. എൻ്റെ A to Z കാര്യങ്ങൾ നോക്കുക അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാല് അപ്പൊ ആ ഒരു പീക്ക് സമയത്ത് തന്നെ അമ്മയുടെ ഷെയർ വിറ്റിട്ട് ആങ്ങളമാര് പൈസ ബാങ്കിൽ ഇട്ട് കൊടുത്ത് അതിന്റെ ഇൻട്രസ്റ്റും കൊണ്ടാണ് അമ്മ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. പിന്നെ അമ്മയുടെ ഫാദർ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഫാദർ 96 ഇയേഴ്സ് വരെ ജീവിച്ചിരിപ്പുണ്ട്. ഡാഡി 96 വരെ ബർത്ത്ഡേക്ക് 2 ദിവസം മുമ്പാണ് ആള് മരിച്ചത്. പിന്നെ അമ്മച്ചിയുടെ ഒരു തണലിലാണ് അമ്മ ജീവിച്ചത്. തണലെന്ന് വെച്ചാൽ അമ്മച്ചിയുടെ ഒരു സപ്പോർട്ട് കൂടി. നമ്മളിവിടെ വീട് വാങ്ങിച്ചു തന്നപ്പോൾ അമ്മച്ചി നമ്മുടെ കൂടെ വന്നെങ്കിലും തങ്കച്ചാച്ചൻ മരിച്ചപ്പം ആന്റി അവിടെ ഒറ്റയ്ക്കായപ്പം ആന്റിയുടെ കൂടെ പോവുകയാണ് കേട്ടോ ചെയ്തത്. സത്യം പറഞ്ഞാൽ അമ്മച്ചി പോയപ്പം വലിയൊരു വലിയൊരു ഇത് പോയി എന്ന് വേണം പറയാൻ. അമ്മയ്ക്ക് പിന്നെയും അമ്മ തന്നെ ആയിപ്പോയതുപോലെ. പിന്നെ അങ്ങനെ ലൈഫൊക്കെ പൊക്കോണ്ടിരുന്നു. പിന്നെയാണ് ഒരു ടീനേജ് ഘട്ടത്തിലായപ്പോഴാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള കോഴ്സിനെ ഞാൻ പോവുള്ളൂ.
എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അമ്മ എന്നെ വിട്ടു. ഇതിനിടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു 10th പഠിക്കുമ്പോൾ അച്ഛൻ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നു കേട്ടോ. അതോടുകൂടി കുറച്ചൊക്കെ വഴിതെറ്റി തുടങ്ങി. ഫോണിങ്ങായി. അങ്ങനെ ആ പ്രായത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പൊട്ട ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച, ഫോണിലേക്കായി എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഫോൺ ഒരുപാട് എൻ്റെ ലൈഫിൽ എന്നെ ചുറ്റിച്ചിട്ടുണ്ട്. പിന്നെ കോളേജ് ലൈഫായി. സ്കൂളിൽ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് കമ്പനി ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരാള് സൂസനാണ്. ടീച്ചർ എന്ന് പറയാനായിട്ട് ഓർമ്മ, സ്കൂളിങ്ങിൽ ശരിക്കും ഇൻഫൻറ്റീസിലാണെങ്കിൽ റാണി ടീച്ചർ, അനില ടീച്ചർ, പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് പേര്. ഇവിടെ വന്നാലും ജയശ്രീ മിസ്, അങ്ങനെ കുറച്ച് കുറച്ച് പേര് എൻ്റെ ലൈഫിലുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പോയി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്ക് ചേർന്നു. അവിടെ അമ്മ എന്നെ ഒരു തരി പോലും എനിക്ക് ബുദ്ധിമുട്ട് വരരുത്, ഭാവി പോലും ലോൺ എടുക്കാതെയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് വാശിയായിരുന്നു, ഒരു സപ്ലി പോലും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു സപ്ലി പോലും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് പാസ് ഔട്ട് ആവാൻ വന്നു. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ പ്രായത്തിൽ വരുന്ന ഇൻഫാസ്റ്റുവേഷൻ വന്നു. ഭയങ്കര കഠിനമായ എന്താ പറഞ്ഞ ഒരു ഇതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു പല സാഹചര്യങ്ങൾ കാരണം. നല്ലതായിരുന്നു, പക്ഷെ എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. രണ്ട് പേർക്കും രണ്ട് സൈഡിൽ നിന്നും അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അത് എന്നെ ഭയങ്കരമായിട്ട് വേട്ടയാടാൻ തുടങ്ങി. അത് ആളെ കുറ്റം പറയത്തില്ല, നമ്മളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. ഞാൻ അപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ലൈഫ് മുന്നിലുണ്ട്, വരുന്ന പ്രശ്നങ്ങളും ആ, അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് മാറ്റി അടർത്തി വിട്ടു. അതെല്ലാം കഴിഞ്ഞ് കോളേജും കാര്യങ്ങളും, കോളേജിലെ കാര്യമാണ് കേട്ടോ. കോളേജിൽ എനിക്ക് പ്രിയങ്ക മിസ്സാണ് മെയിൻ. എൻ്റെ ഒരു ജീവശ്വാസമായിരുന്നു. ലാസ്റ്റ് സ്റ്റേജ് ആയപ്പം ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി. പിന്നെ നീണ്ട 10 വർഷത്തിന് ശേഷം ഞങ്ങളൊരു 1 മന്ത് ബാക്ക് സംസാരിച്ചു. ആള് ഇപ്പൊ വെളിയിൽ സെറ്റിൽഡാണ്, നാട്ടിൽ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എറണാകുളത്തിലേക്ക് വെച്ച് പിടിച്ചു. എറണാകുളത്തും നല്ല രീതിക്ക് തന്നെ നിന്ന്. പിന്നെ എനിക്ക് ആ ഒരു സ്റ്റേജ് ആയപ്പം ഇതൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിതൊന്നും പറ്റില്ല, ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മ ചോദിക്കും, നീ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ചിട്ട് വീട്ടിലിരിക്കാനാണോ? എനിക്ക് തോന്നുന്നു 2-3 വർഷം ഞാൻ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞു. 2 വർഷം ഞാൻ വീട്ടിലിരുന്നു. എനിക്കറിയില്ല എൻ്റെ എത്ര സമയം ഞാൻ വെറുതെ കളഞ്ഞു എന്നുള്ളത്. ഇതിനിടയ്ക്ക് എനിക്ക് പതുക്കെ ലൈസാമാൻ്റെ കല്യാണങ്ങൾ ആലോചിച്ചു തുടങ്ങി. ഒരു ആഫ്രിക്കക്കാരൻ, ആഫ്രിക്കക്കാരൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആൾ ആഫ്രിക്കയിൽ സെറ്റിൽ ചെയ്ത്. ഞാൻ പതുക്കെ പതുക്കെ കല്യാണം വേണ്ട. അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ ബുദ്ധിമുട്ടരുത്, ഇനി കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് ഒപ്പിക്കാൻ പോണം, ഗോൾഡ് എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞ നിസ്സാരം. ഞാൻ പറയാം, ഈ ഒരു മോതിരം 2012 കോളേജിൽ ചേർന്ന സമയത്ത്, കോളേജിലായിരിക്കുക എന്ന് തോന്നുന്നു, എനിക്ക് കുരിശുമോതിരം ഇപ്പൊ വേണം, എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പൊ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നൊരു മോതിരാണ് കേട്ടോ. ധരപ്പവനുണ്ടായിരുന്നു എന്ന് വാങ്ങിച്ചപ്പോൾ. എന്ത് ചോദിച്ചാലും എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. എനിക്കറിയില്ല, ഞാൻ പറയാം എൻ്റെ ലൈഫിലെ ഏഞ്ചലാന്ന് ഞാൻ പറയും കേട്ടോ. ഒരു കാര്യം പോലും നോ പറയില്ല, എല്ലാം സാധിച്ച്. ആദ്യമൊക്കെ നോ പറയുമെങ്കിലും പിന്നെ അതെനിക്ക് സാധിച്ചു തരുമായിരുന്നു. ഷീസ് എ ജെം, അതിലൊന്നും ഒരു സംശയമില്ല. എന്തും കൊലുസ് വേണമെന്ന് പറഞ്ഞു ഇപ്പൊ കൊലുസ് വേണമെന്ന് പറഞ്ഞു ഇപ്പൊ വാങ്ങിച്ചു തരും. ഫോണൊക്കെ എനിക്ക് തോന്നുന്നു വർഷം ഒരു ഫോണേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഞാൻ പറയായിരുന്നു, അമ്മ എപ്പോഴും പറയും, നിനക്ക് എടുത്തുന്ന തുണിയും അല്ലെങ്കിൽ നിനക്ക് വാങ്ങിച്ച ഫോണും കൊണ്ട് എനിക്കൊരു 10-20 പവൻ വേറെ വാങ്ങിക്കായിരുന്നു എന്ന് പറയും. ഈ ഇടയ്ക്കാണ് അലമാരിയെല്ലാം കാലിയായിരിക്കും, ഓരോരുത്തർക്ക് ഡ്രസ്സ് എല്ലാം നല്ലതരം ഡ്രസ്സുകളും മാത്രം എല്ലാം സ്റ്റിച്ചും ചെയ്യത്തുള്ളൂ ഞാൻ. അങ്ങനെ കല്യാണങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ തട്ടി തട്ടി തുടങ്ങി. അവർക്ക് ആർക്കും അറിയില്ല ഞാൻ എൻ്റെ റീസൺ ഇതാണ്. കാരണം എൻ്റെ അമ്മ പിന്നെയും ബുദ്ധിമുട്ടണം, ഈ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഉള്ളതെല്ലാം തന്നിട്ട് അമ്മ എന്ത് ചെയ്യും, ആർക്കും സ്ത്രീധനം വേണ്ടാതെ വേണ്ടതാനും. അങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഒരുവിധം ഒരു ദുബായ്ക്കാരനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞ്, എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ വീട്ടിൽ വന്ന് കണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലര് ആളെ കണ്ട് മാത്രം ഇഷ്ടപ്പെടും, ചിലർക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്, അവരെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല, അവർ നല്ല രീതിക്ക് ജീവിക്കുന്നവരാണ്, ആള് ദുബായിൽ സെറ്റിൽഡ് ആണ്. അങ്ങനെയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര ആ ഒരു സമയം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വഴി, എൻ്റെ എറണാകുളത്തെ ഒരു കൊളീഗ് വഴി വന്ന ഒരു അലയൻസ് ആണ്. സംസാരിച്ചു, ഞങ്ങൾക്ക് തമ്മിൽ തമ്മിൽ ഇഷ്ടമായിരുന്നു. നാട്ടിൽ വരണ വരെ സംസാരിക്കായിരുന്നു. അങ്ങനെയൊക്കെ പോയി നാട്ടിൽ വന്നപ്പം പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും വീട്ടിൽ വന്ന് കണ്ടു.
ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് നിർബന്ധമായിരുന്നു അവരുടെ മകന്റെ കൂടെ ദുബായിക്ക് പോണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ഈ കോട്ടയം സൈഡിലൊക്കെ ഒരു ഇതുണ്ട്, ഒറ്റമകളുടെ വീട്ടിൽ ദത്ത് നിൽക്കണം എന്നുള്ളത്. എനിക്കിഷ്ടമില്ലായിരുന്നു ഈ കെട്ടിയവനെ കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ളതൊന്നും എനിക്കിഷ്ടമില്ല. അപ്പൊ ഞാൻ പറ്റത്തില്ലെന്ന് പറയാം. അച്ഛൻ ഈ വരുന്നവരോട് കൊനഷ്ട പറയും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ അച്ഛൻ അത് ഒരു കാഷ്വലായിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിൽ ലോസ് വന്ന് നമ്മളിങ്ങനെ ആയതാണെന്നൊക്കെ പറഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി അത് ബാക്ക്വേർഡ് ആയി പോയി. എനിക്കും കുഴപ്പമില്ല. എനിക്ക് ഓട്ടോമാറ്റിക്കലി അറിയാവുന്ന ഒരു അവസരം. പക്ഷെ എനിക്കൊരു മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു കല്യാണം നടത്തും. കാരണം ഞങ്ങൾ അത്യാവശ്യം ഒന്ന് സിങ്ക് ആയതായിരുന്നു. പിന്നെ അത് വിട്ട് ഞാൻ പറഞ്ഞു എനിക്കിനി മേലാക്കം കല്യാണം ആലോചിക്കണ്ട. കല്യാണത്തിന് സമയമാവുമ്പോൾ നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതിനിടയ്ക്ക് ആലോചനകൾ വരും പോവും അങ്ങനെയൊക്കെയാണ്. അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിലപ്പം ചിലർ വരുന്ന വീട്ടുപേര് കേട്ടിട്ടായിരിക്കും വരുന്നത്. അവരെല്ലാം സെറ്റിൽഡ് ആണല്ലോ, അതിനിപ്പോ എന്താ. പക്ഷെ വന്ന് വീട്ടിൽ വരുമ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്കൊരു നിർബന്ധമായിരുന്നു. എനിക്കൊരു അലയൻ അല്ല അഫെയർ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന പ്രശ്നം കാരണമാണ് ഞാൻ വിട്ടത് എന്നൊക്കെ എനിക്ക് പറയണം. അതൊക്കെ പറയാം. നിനക്ക് ഭ്രാന്ത. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നത് കാരണം ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ആക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കല്യാണാലോചന പറയേണ്ട ആവശ്യമൊന്നും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് വേണം. പിന്നെ അങ്ങനെ ഒരു കുറച്ച് സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഇതിന്റെ ഇടയ്ക്ക് കുത്തുപാടുകളൊക്കെ നമുക്ക് കുറേ കേൾക്കേണ്ടി വരും. നാണക്കേടുകൾ, എവിടെയും പോകാൻ പറ്റില്ല, പെരുമിച്ചിക്ക് പോകാൻ പറ്റില്ല, ആക്കി ചോദിക്കും എന്തിയെ നിന്റെ അപ്പൻ എന്തിയെന്ന് ചോദിക്കും. ഒളിച്ചും പാത്തൊക്കെ പോയ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ തലയുയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രപ്പോസൽ വരുന്നത്, ഡോൺ ചാന്റെ ഒരു പ്രപ്പോസൽ വരുന്നത്. ആദ്യം ബിഗ് നോയാണ് എല്ലാരും പറഞ്ഞത്. ഇതിന്റെ ആവശ്യം ഇരിക്കും, നിനക്ക് എന്താ കുറവുള്ളത്. എല്ലാരും ചോദിച്ച പോലെ ഇങ്ങി ഡിവൈൻ എന്തിന്, ഈ ഒന്നാം കെട്ടുകാരി എന്തിനാണ്. ആ ഒരു ഫ്രെയിമാണ് ആൾക്കാർ ആദ്യം നമ്മുടെ ബന്ധുക്കളടക്കം ചിത്രീകരിച്ചുകൊണ്ട്. നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും നിനക്ക് എന്ത് കുറവാ ഉള്ളത്. അപ്പൊ ഞാൻ പൊക്കി പിടിച്ച എൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞ PCOD എന്ന് പറഞ്ഞൊരു കുറവാണ് ഞാൻ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ലൈസാമാര് പറയുന്നത് നിന്റെ ഇത് കുറവല്ല എന്ന് പറയും. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ ആലോചിച്ചു. തലക്കും മറക്കും ഒക്കെ ഞാൻ ആലോചിച്ചു. ഇവരുടെ ഒരു സമയത്ത് ഞാൻ ഇതൊക്കെ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് വന്നപ്പം അമ്മ പറഞ്ഞു നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല മോളെ, എന്തിനാ അത് എന്നൊക്കെ ചോദിച്ചു. അമ്മ ഇങ്ങനെ നമ്മളോട് പറയുമ്പോഴേ അമ്മ പറഞ്ഞു നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ ആദ്യം പറഞ്ഞു പറ്റില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇരുത്തി. പിന്നെ എന്തോ എനിക്കത് ഇരുന്ന് ഞാൻ കുറെ ആലോചിച്ചു. ഏതൊരു പോയിന്റിലാണ് ഞാൻ പലരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഡിംപിളിനെ കണ്ടു അല്ലെങ്കിൽ ഡിംപിളുടെ ഫെയിം കണ്ട് കല്യാണം കഴിച്ചു. അങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു കാര്യം പറയാം. ഞാൻ ഡിംപിൾ എന്ന വ്യക്തിനെ അല്ല കല്യാണം കഴിക്കുന്നത്, ഡോൺ എന്ന വ്യക്തിനെയാണ് കല്യാണം. ഡോൺ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സാധാരണ മനുഷ്യനാണ്, അല്ലാതെ ഒരു സാധാരണ ബിസിനസ്സുകാരനാണ്. അല്ലാതെ എനിക്കറിയില്ല ആൾക്കാരെങ്ങനെ വളച്ചൊടിക്കാന്ന്. പിന്നെ പല കിംവദന്തികളായി. ആ എന്റെ പേരൻസ് മാത്രം സമ്മതിച്ചാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സംസാരിച്ചപ്പം എനിക്ക് ഡോൺ ചേട്ടൻ ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര, ഞാൻ ഇപ്പോഴും പറയും, ആരോടായാലും ഞാൻ പറയും, ഞാൻ ഒരിക്കലും ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ആരെങ്കിലും ആളുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ഡ്രിങ്ക്സ് ഒന്നും എടുക്കാത്ത ഒരാളെ വേണം കല്യാണം കഴിക്കാൻ. കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരാൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് തല്ലും പിടിയും കൂട്ടമൊന്നും അല്ല കേട്ടോ. പക്ഷെ അത് കാരണം വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ അനുഭവിച്ചിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര നിർബന്ധമായിരുന്നു. എന്തുകൊണ്ടും എനിക്ക് ഓക്കെയാണ്, എനിക്കിഷ്ടമായി. എനിക്ക് ആക്ച്വലി ആ ഒരു നമുക്ക് സെറ്റായി പോകുന്നുള്ള ഒരു ഇതും പിന്നെ ഡോൺ ചാണ്ടിന്റെ ആ ഒരു ഓപ്പണപ്പും എനിക്കൊക്കെ ഇഷ്ടമായി എന്ന് പറയുന്നതാണ് സത്യം കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ അതിനെ ചൊല്ലിയുള്ള കുത്തുപാടുകളായി എനിക്ക്. നിനക്ക് എന്തിന്റെ ആവശ്യമാണ്, നിനക്ക് എന്താണ് കുഴപ്പമുള്ളത്, ഇങ്ങനൊരു കല്യാണം കഴിച്ച് പോകേണ്ടത് നിനക്ക് ആവശ്യമുണ്ടോ. ശരിക്കും കുമളിയിലുള്ളവരൊക്കെ പിണങ്ങി എന്നുള്ളതാണ്. ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. എൻ്റെ ഒരു കല്യാണാലോചന വന്ന് വീട്ടിലെത്തി പോവാണ്. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്ത്രീധനമേ ചോദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉള്ളത് എൻ്റെ അമ്മയുടെ കയ്യിലുള്ളതും കൂടെ ഊറ്റിയെടുത്തോണ്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഇവർക്ക് ഡൗറി അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളും കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് എന്നെ കൂടുതലും അട്രാക്ട് ചെയ്തു. പിന്നെ ഇത് ഒരു
റൂമേഴ്സ് വരുന്നതാണ്. ആ സമയങ്ങളിലാട്ടോ. അയ്യോ! ഇവൻ പിന്നെയും ഒറ്റക്കുട്ടീനെ കല്യാണം കഴിക്കാൻ പോണം. അവിടുന്ന് എന്തോ കിട്ടുന്നുണ്ട്. കോട്ടയത്താണ്. പിന്നെ പതുക്കെ പതുക്കെ നമ്മള് വീടൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് പറയുന്നത്, ഇത് പൈസ കിട്ടുന്ന കേസുകെട്ടൊന്നുമല്ല. ഇത് ചുമ്മാ എന്തോ കല്യാണം കഴിച്ചതാണ്. അല്ലെങ്കില് അവസ്ഥ കൊണ്ട് കല്യാണം കഴിച്ചതാണ്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യും. വീഡിയോ കണ്ടപ്പോ മനസ്സിലായി. അത് ഒന്നും കിട്ടാൻ പോകുന്നിടത്തൊന്നും കല്യാണം കഴിച്ചതല്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ലൈഫിൽ ജീവിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം അതൊക്കെ കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണലി എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. ബിഫോർ മാരേജ് ആയാലും ആഫ്റ്റർ മാരേജ് ആയാലും കുത്തുപാടുകള്. എന്തിനിവള് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചു? ഇവക്കെന്തോ പ്രശ്നമുണ്ട്. എന്നെ കണ്ടാൽ പ്രായം നല്ലപോലെ തോന്നിക്കുമെങ്കിലും എനിക്ക് പ്രായമില്ല. അതെന്റെ ഒരു കുറ്റമല്ല. ഞാൻ എപ്പോഴും പറയും, ആ PCOD വന്നതിന് ശേഷം എന്റെ ജീവിതം മൊത്തത്തിൽ തകിടം മറിഞ്ഞെന്ന് ഞാൻ പറയും ട്ടോ. ഇതിലൊന്നും ഒരു സംശയമില്ല. ആഹ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നൊന്നും എന്റെ ലൈഫില് ആ 7 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്നൊരു ബിഗ് ട്വിസ്റ്റ് ആയിരുന്നു ഈ ഒരു മാരിഡ് ലൈഫ് എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയോ സക്സസ്ഫുള്ളി ഞാനൊരു 4th ഇയറിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം. ആദ്യം നോ പറഞ്ഞവരൊക്കെ ഇപ്പം ഡോൺ ചേട്ടനെ കൂട്ടിപ്പിടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സമയത്തായാലും നമ്മുടെ കൂടെ നിന്ന 2, 3 പേര് മാത്രേ ഉള്ളൂ. അതിലൊന്ന് ലൈസാമ്മ ആന്റിയാണ്. ഒന്ന് അപ്പയും ജെസ്സി ആന്റിയാണ്. എല്ലാത്തിനും കൂടെ നിന്ന് നമ്മുടെ ബ്രദേഴ്സൊക്കെ അപ്പാടെ പിണങ്ങി. ഒരു വർഷം ഞങ്ങളോട് മിണ്ടിയിട്ടില്ല എന്റെ അറിവില്. 1 വർഷാണോ 6 മാസമാണോ അങ്ങനെ എന്തോ മിണ്ടിയിട്ടോ ഒന്നുമില്ല. അമ്മയ്ക്കത് പേഴ്സണലി, കാരണം അമ്മയുടെ ഓരോ കാര്യങ്ങളും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന ബ്രദേഴ്സ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിക്കാതാകുക. ഒരു ബ്രദറ് ശരിക്കും മൂന്നാമത്തെ ബ്രദറ് കോലൊടിച്ചിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണ് കേട്ടോ ജസ്റ്റ് മിണ്ടി തുടങ്ങിയത്. ആള് കൊല്ലത്താണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ആ സമയത്തൊക്കെ ഞാൻ ഇവരോട് തർക്കിക്കുകയായിരുന്നു. ശരി, ഞാൻ നിങ്ങൾ പറയുന്ന ആളെ കല്യാണം കഴിക്കാം. ഇവരിന്നത് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ ചോദിക്കായിരുന്നു. ശരി, ചോദിച്ച് അമ്മയോട് കൊടുക്കാൻ പറഞ്ഞു. അമ്മ കൊടുത്തു. പിന്നീട് എന്റെ അമ്മ എന്ത് ചെയ്യും എന്നായിരുന്നു എന്റെ ചോദ്യം. അച്ഛൻ ജോലിക്ക് പോവും. അച്ഛൻ നോക്കില്ല എന്നൊന്നുമില്ല. അച്ഛൻ വീട്ടുകാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കില്ല ആള്. അങ്ങനെ എന്താ പറയാ, അപ്പോഴും പിന്നെയും പറയല്ല. അമ്മച്ചി എനിക്കൊരു ഒരു ബിഗ് സർപ്രൈസ് വെച്ചിരുന്നത് അമ്മച്ചിയുടെ ഗോൾഡ് മൊത്തം എനിക്ക് തന്നു എന്നുള്ളതാണ്. തന്നതിലല്ല കാര്യം. അത് കൊടുത്തേൽപ്പിച്ചത് ലൈസാമാന്റീനെയാണ്. ലൈസാമാന്റിക്ക് വേണേ അത് തരാതിരിക്കാമായിരുന്നു. കാരണം അത്രയും വർഷം അമ്മച്ചിനെ നോക്കി. അത്രയും നല്ല രീതിക്ക് നോക്കി. ഹോസ്പിറ്റല് കാര്യങ്ങള് ഒക്കെ ചെയ്തു. എന്നിട്ടും ആന്റി അത് എനിക്ക് ഭദ്രമായിട്ട് എനിക്ക് തന്നു ട്ടോ. അപ്പൊ ഞാൻ ഭയങ്കര എനിക്ക് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. ആന്റിയോട് അത്രയ്ക്കും ഉള്ളിന്റെ ഉള്ളിന്ന് അത്രയ്ക്കും താങ്ക്ഫുൾ ആണ്. കാരണം ആരായാലും ചിന്തിക്കും. കാരണം അമ്മച്ചി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സർജറി സ്ക്രൂവിന്റെ സർജറി ചെയ്തിരുന്നു. അതിനൊക്കെ നല്ല പൈസയാവും. അപ്പൊ അതൊക്കെ കൊടുത്ത് ചെയ്തിട്ടും അമ്മച്ചീനെ പൊന്നുപോലെ നോക്കിയിട്ടും ആന്റിക്ക് എടുക്കാം. ഇത് വേറെയും മക്കളുണ്ട്, കൊടുക്കാം. പക്ഷെ ആന്റി ഒന്നും ചെയ്തില്ല. അമ്മച്ചി പറയാറുണ്ടെന്ന് അവക്കേ കൊടുക്കാവുള്ളൂ എന്ന്. എല്ലാം ഭദ്രമായിട്ട് എനിക്ക് തന്നു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി വേറെ ഒന്നും എടുക്കരുത്. അമ്മയുടെ കയ്യിൽ ഒന്നും കളയരുത്. എനിക്കിത് മതി. അങ്ങനെ ഞാൻ അതെല്ലാം മാറ്റിയെടുത്തിട്ടാണ് എനിക്ക് ഗോൾഡ് എടുക്കുന്നത്. അപ്പോഴും അമ്മ പറയാം, നമുക്ക് വേണേ കുറച്ചും കൂടി എടുക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാ അന്ന് ഈ സമയത്ത് കല്യാണമൊന്നും ഇല്ലല്ലോ. അമ്മ ആരുടെയും മുന്നിൽ പോയി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അമ്മ അതൊന്നും എടുക്കരുത്. അമ്മ തന്നെ വെച്ചോ എന്ന് പറയും. അങ്ങനെ നമ്മള് കല്യാണം ഏറ്റവും നല്ല ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് 1 വർഷത്തേനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് തന്നാണ് കേട്ടോ എന്നെ വിട്ടത്. പിന്നെയാണ് സന്തോഷം നമ്മളെ തേടിയെത്തിയത്. തോമുമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PCOD ആയിട്ട് ഇനി കൺസീവ് ആവും. അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള ഒരാളാണ്. അമ്മയോടാണ് ഞാൻ ആദ്യം വിളിച്ച് പറയുന്നത് ഞാൻ കൺസീവ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യം. ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആ 1 വർഷം ശരിക്കും എല്ലാ മാസവും 2 ആഴ്ച വീട്ടിലും 2 ആഴ്ച ഇവിടെ അങ്ങനെയായിരുന്നു. 9 മാസവും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു. തോമുമായിട്ട് പ്രസവിച്ച് അവിടെ 3 മാസം ഇരുന്നു. ഇതിനിടയ്ക്ക് എന്താ പറയാ, നൂലുകെട്ടിന് എനിക്ക് തോന്നുന്നു ഡോൺ ചേട്ടനോട് അമ്മ കയർത്തല്ല, ദേഷ്യത്തോടെ സംസാരിച്ചൊരു നിമിഷം നൂലുകെട്ട് ഇവിടെ നടത്തിയപ്പം ജസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് 26th ഡേയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു, ഡോണെ ഇതിന്റെ ആവശ്യമുണ്ടോ മോനെ?
എന്തിനാ അത്, അവളുടെ സിസേറിയൻ കഴിഞ്ഞിരിക്കുന്നതല്ലേ. എനിക്ക് തോന്നുന്നു ദേഷ്യം അമ്മ ആകെ ഡോൺചാനോട് ചോദ്യം ചെയ്തിട്ടുള്ള ഒരു കാര്യം അതായിരിക്കും. മകളെ പ്രസവിച്ചെടുക്കാണ്. അമ്മ പറഞ്ഞു മോനെ ഇത് അടുത്തു പോലും അല്ല, അതൊന്നും ആലോചിക്ക്, തൃശ്ശൂർ വരെ അവള് വരണ്ടേ, ഇരിക്കണേ 26th ഡേ ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അവളുടെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഡോൺചേട്ടൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ മൊത്തത്തിൽ നോക്കിയോളാം. അപ്പം അന്ന് എങ്ങനെയാന്ന് വെച്ചാല് ഇവിടുന്ന് നേരെ എറണാകുളത്ത്, കോട്ടയത്തു നിന്ന് നേരെ എറണാകുളത്ത് പോകണു. അവിടുന്ന് ഡിംപിള് ഫോട്ടോഷൂട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ പോണം. എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. അമ്മ അന്ന് ഞങ്ങളോട് വരണം എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നില്ല. അമ്മ പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് വരുന്നത്. അപ്പൊ അമ്മയ്ക്കത് ഭയങ്കര സങ്കടമായി. അമ്മയ്ക്കത് ഒരു ടോക്ക് പോലെ ശരിക്കും ആയിട്ടോ. ആ ഒരു ഇൻസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ അറിവിൽ നിന്നല്ല, ഇന്ന് വരെ അതേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മള് ഒന്നും ആഘോഷിക്കാത്ത പോലെ ആയിരിക്കില്ല അപ്പുറത്തെ സൈഡുള്ളവർ ആഘോഷിക്കുക. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിൽക്കുക. പക്ഷെ എനിക്ക് അന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് വായോ, പക്ഷെ ഡോൺ ചാന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഡോൺ ചാന്റെ ഒരു ഫേസ് വെച്ച് നോക്കുമ്പോൾ ഡോൺ ചാന്റെ ആഗ്രഹമായിരുന്നു മോന്റെ നൂലുകെട്ട് ഇവിടെ വെച്ച് നടത്തണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 3-ാം മാസമായപ്പോ ഇങ്ങോട്ട് വന്നു. അമ്മയുടെ പറ്റുന്ന രീതിയിൽ അവന് ഗോൾഡൊക്കെ എടുത്തു കൊടുത്ത് നല്ല രീതിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നത് അമ്മ വേണ്ടമ്മ എടുക്കണ്ടമ്മ, എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. എനിക്ക് അപ്പോഴുമുള്ള സങ്കടം അമ്മയുടെ കയ്യിലുള്ള പൈസ, അല്ലെങ്കിൽ അമ്മ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ ഓരോന്ന് എൻ്റെ ഡെലിവറി നോക്കി ഒരു മനുഷ്യൻ്റെ അടുത്തും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. അതും സിസേറിയൻ ആണ്. അന്ന് അമ്മയ്ക്ക് 80,000 രൂപ ആയിട്ടുണ്ട്. ഒന്നും ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. അമ്മ അതെല്ലാം ചെയ്തു. സ്വർണ്ണം എടുത്തു തന്നു, മാലയും തളയും ഒക്കെ എടുത്തിട്ടാണ് എന്നെ വിട്ടത്, ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ ചോദിക്കും പാത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പാത്രത്തിലൊക്കെ എന്തിട്ട് കാര്യമായിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞു പാത്രമൊന്നും വേണ്ട, എന്തിനാ പാത്രം, മൂടിക്കെട്ടി വെക്കാനാണോ എന്ന് ചോദിക്കും. നമ്മൾ ഒരു വീട്ടിൽ ഇവിടെ സംബന്ധിച്ച എല്ലാം ഡബിൾ ഡബിൾ സാധനങ്ങളാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. അങ്ങനെ അന്നൊന്നും എൻ്റെ പൈസ ഇല്ല കേട്ടോ. ജോലി തോമുന ശരി, തോമുന ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്താണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയെങ്കിലും അപ്പോൾ നമ്മൾ റവന്യൂ കിട്ടിയിട്ടില്ല. ജൂണിൽ ഇവിടെ ജൂണൊക്കെ ആയപ്പോഴാണ് റവന്യൂ കിട്ടി തുടങ്ങിയത്. അപ്പോ അന്ന് തൊട്ട് ഞാൻ അമ്മയോട് പറയും അമ്മ എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു തരാം, കാരണം ഇത്രയും വർഷം എന്നെ പൊന്നുപോലെ നോക്കിയില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക്, ഡോൺ ചേട്ടനും അതിനൊന്നും എതിരല്ലായിരുന്നു. ഡോൺ ചേട്ടൻ നിന്റെ വീട്ടുകാർ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അതൊന്നും ആരും എതിര് പറയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ നോക്കും. അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ ചാക്കോച്ചനായിട്ട് പ്രഗ്നന്റ് ആയി. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് 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 വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അന്ന് അപ്പൊ തൊട്ട് എനിക്ക് ഒരു വാശിയായിരുന്നു. വാശി എന്ന് പറഞ്ഞാൽ നല്ല വാശിയായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാകണം കുറെ, അമ്മേനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഒരു മനുഷ്യനോട് പൈസ ചോദിക്കാൻ പാടില്ല. അങ്ങനെ വാശിക്ക് ഞാൻ കുറെ പൈസ ഉണ്ടാക്കി. അപ്പോഴും ഡോൺ ചേട്ടൻ പറയാം നിനക്ക് വലിയ ഭ്രാന്താണോ, ഞാനില്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇത് ആൾക്കാരുടെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഇല്ലാത്ത കുഴപ്പമായിരിക്കും പുറത്തുള്ളവർക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞൊരു വർഷമല്ലേ അതെ, പ്രഗ്നന്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ ശേഖരിച്ച് തുടങ്ങിട്ടോ ഡെലിവറിക്കായിട്ട്. ആ സമയത്ത് എനിക്ക് പ്രൊമോഷൻ, നമ്മളെല്ലാ മാസവും മാമാത്തിന്റെ പ്രൊമോഷൻ ചെയ്യായിരുന്നു. അപ്പോഴും ഞാൻ അവരോട് പറയാം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുള്ളൂ, കാരണം നമ്മളിത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിടുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അതെന്റെ പടലേക്ക് ഇരിക്കും. നമ്മുടെ കണ്ടിട്ട് നിങ്ങൾ സ്നേഹം കൊണ്ട് വാങ്ങിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആ സമയത്ത് വീട്ടില് സീലിംഗ് ഒക്കെ ചെയ്തു. ആദ്യം അമ്മ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞു സീലിംഗ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അമ്മ അത് ചെയ്തു. ആ ഒരു ഏപ്രിൽ വീട്ടിൽ പോയപ്പോഴാണ് തോമുന്, അതിനു മുമ്പ് തൊട്ട് AC മേടിച്ചു വെക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഡോൺ ചേട്ടൻ അതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഡോൺ ചേട്ടൻ ഒരു, നിങ്ങൾക്ക് ഊഹിക്കായിരിക്കും ഞാൻ എൻ്റെ വീടിന്റെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കാണിക്കാത്തത് ഇതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് വീട് കാണിച്ചിട്ട്. അല്ലേ തന്നെ മനുഷ്യന് കുത്തുപാടാണ്. എനിക്ക് എൻ്റെ വീട് കുറവായിട്ടൊന്നുമല്ല, എനിക്ക് പേഴ്സണലി ഓക്കെ അല്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പൊ ഡോൺ ചേട്ടൻ സംബന്ധിച്ച് ഡോൺ ചേട്ടന് ചൂട് പറ്റില്ല, AC തന്നെ ഇരിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അതിന്റെ ഒരു വാശിയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒന്നും കാണിക്കില്ല. ഉള്ളതിൽ ഡോൺ ചേട്ടൻ ഭയങ്കര തൃപ്തനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ.
അന്ന് ഞങ്ങൾ 3 പേരുമാണ് ആ ഒരു ഡബിൾ കോട്ട് കട്ടിലിൽ. എൻ്റെ മുറി കുഞ്ഞു മുറിയാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് പലരും നമ്മുടെ യൂസറൊക്കെ പറയും, എന്താ എലിപ്പെട്ടി പോലെ ഇരിക്കുന്ന റൂമിലിരുന്നിട്ട് അവള് വീഡിയോ എടുക്കുന്നു. അത് എൻ്റെ മുറി എലിപ്പെട്ടി പോലെയാണ് ഇരിക്കുന്നത്. അതിൽ ഞാൻ പലതും സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എസി മേടിച്ചു വെച്ചു. ഞാനത് എനിക്ക് പിന്നെ അതൊരാഗ്രഹം എൻ്റെ ഓൺ സേവിങ്സിൽ നിന്ന് ഭയങ്കര എസി വാങ്ങിച്ചു, ടിവി വാങ്ങിച്ചു. വീട്ടില് ഞാനപ്പോ പ്രസവിക്കാൻ പോകുമ്പോൾ അമ്മയോട് പറയണ്ടേ എനിക്ക് ഹീറ്റർ വാങ്ങാൻ പറഞ്ഞ, നീ 2 മാസം 3 മാസം നിൽക്കുന്നതിന് എന്തിനാ മോളെ ഹീറ്റർ? ഞാൻ പറഞ്ഞു എനിക്ക് ചൂടുവെള്ളത്തിൽ അല്ലാതെ കുളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തോമുന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ആവശ്യമില്ല. പക്ഷെ അവിടെ ഞാൻ നോക്കി അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ അടുപ്പയിൽ വെള്ളം ചൂടാക്കിയിട്ട് ഇത് എടുത്തുകൊണ്ട് ബാത്റൂം വരെ പോകും. എപ്പോ തെന്നി വീഴാന്നൊന്നും അമ്മയ്ക്ക് ചിക്കൻ ഗുനിയ വന്നിട്ട് ആകെ ബോഡിക്കൊക്കെ പ്രശ്നമുള്ള ആളാണ് കേട്ടോ. അപ്പോ ഇത് എപ്പോഴാ തെന്നി വീഴുന്ന അറിയാൻ പറ്റില്ല. ആ പെരുമ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഹീറ്റർ വെക്കേണ്ടത്. പക്ഷെ നമ്മൾ പല വേറെ ആവശ്യങ്ങളും പറഞ്ഞിട്ട് ഹീറ്ററൊക്കെ വെച്ച് കൊടുത്ത് വൈഫൈ എടുത്തു കൊടുത്തു വീട്ടില്. അതും ഞാൻ എൻ്റെ പേരും പറഞ്ഞാണ് കേട്ടോ. എനിക്ക് വൈഫൈ വേണം, എനിക്കിന്നല്ലേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈഫൈ എടുത്തു കൊടുത്തു. സക്സസ്ഫുള്ളി എനിക്ക് ഡെലിവറി നടന്നു. എന്നാൽ ഒരു രൂപയ്ക്ക് പോലും ഞാൻ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടിയിട്ടില്ല. ആ ഒരു കഴിഞ്ഞൊരു വർഷം ഞാൻ സേവ് ചെയ്ത് വെച്ചത് ഈ പറഞ്ഞ പോലെ ചാക്കോച്ചന് ഹോസ്പിറ്റൽ കേസ് വന്നു. ഒരു മനുഷ്യനോടും ചോദിക്കേണ്ട ഒരു സംഭവം. ഞാൻ വേറെ നമ്മുടെ കല്യാണം ഒക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചൊരു പൈസയാണ്. പക്ഷെ ആ മാറ്റി വെച്ചത് കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നമ്മുടെ ഒരു ആപത്ഘട്ടത്തിൽ നമുക്കത് എടുക്കാൻ പറ്റി. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, ഭയങ്കര ഒരു ഇതിൽ ട്രാജഡി ഉണ്ടോ എന്നൊക്കെ മോട്ടിവേഷൻ ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ബട്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും പല എനിക്ക് വിചാരിച്ചിടത്ത് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. ഒരു സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അബ്രോഡ് പോയി ഒന്ന് സെറ്റിലായിട്ട് ഒന്ന് വീട്ടിൽ സെറ്റിൽ ആക്കണമെന്ന്. പക്ഷെ എനിക്ക് അമ്മേനെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരിടത്ത് അമ്മ ഒരിടത്ത് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സെക്യൂർഡ് അല്ലെന്നൊരു തോന്നൽ അമ്മയ്ക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അമ്മ പറയായിരുന്നു എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒരു കയ്യിൽ സേഫായിട്ട് ഏൽപ്പിക്കണം, എന്നാലേ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് 60 ഉണ്ട്, അച്ഛന് 60+ ഉണ്ട്. അപ്പം നല്ല ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2 ഡെലിവറി അമ്മ നോക്കി. എന്നെ പൊന്നു പോലെ നോക്കി. ഇപ്പോഴായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടി വരാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ഇതില് ഒരു 4-1 കാര്യം ഇമോഷൻസ് പോലും എനിക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല്. ഇതിനിടയ്ക്ക് ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പം ഞാൻ അതൊന്നും ഒരു മനുഷ്യനെ ഞാൻ ഇവിടെ പോലും ഞാൻ അറിയിക്കാറില്ല. ചിലപ്പോൾ തോന്നിയ ഡോൺ ചേട്ടനോട് പറയുമെങ്കിലും എൻ്റെ വീട്ടുകാരും അങ്ങനെയാണ്. ഒരു തരത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. പ്രത്യേകിച്ച് ഡോൺ ചേട്ടനെ ഒരു കാര്യത്തിനും വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. അവരായി അവരുടെ ലോകമായി അങ്ങനെ ജീവിക്കുകയാണ്. ഇപ്പോഴായാലും നിസ്സാരം നിങ്ങൾ എന്നോട് ചോദിച്ചു കുറച്ച് പേര് കുറ്റപ്പെടുത്തുന്നവര്, എന്തിനാ അവിടുന്ന് വന്നത്, നിനക്ക് അവിടെ നിന്നുകൂടായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന ഈ എലിപ്പെട്ടിക്കകത്താണ് ഞങ്ങള് ഈ 4 പേരും കിടന്നുകൊണ്ടിരുന്നത്. ഇനി മുന്നോട്ട് ഇപ്പൊ ഞാൻ പോയാലും ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ അതായിരിക്കും. അപ്പോഴേക്കും വേറെ പലരും ജീവിക്കും ആയിരിക്കാം. പക്ഷെ അവരുടെ ഈ ഒരു ലൈഫിൽ നിന്ന് ഞാൻ അവരെ പിടിച്ചു പറിച്ച് എൻ്റെ വീട്ടിൽ നിങ്ങൾ നിന്നേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവരെ ആ ഒരു കുഞ്ഞു സ്പേസിൽ കൊണ്ടിടുക. പറഞ്ഞ പോലെ നമ്മുടെ വീടിന് ചുറ്റും മതിലില്ല. സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ തോമ ഇറങ്ങി ഓടും. അപ്പം അമ്മ പാനിക്കാവും, അച്ഛൻ പാനിക്കാവും, ഞാൻ പാനിക്കാവും. പിന്നെ ഞങ്ങൾ 3 പേര് കട്ടിലേ കിടക്കാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. 2 പേർക്കും എസി വേണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പറയുന്നവർക്ക് പറയാം, നിനക്ക് വീട്ടിൽ പൊക്കൂടെ, അതാണ് ഇതാണ്. പക്ഷെ ഞാൻ മനസ്സിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പോവാതിരിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്നതല്ല എനിക്ക് ഏറ്റവും സുഖമായിട്ടിരിക്കാം. സമയത്ത് ഭക്ഷണം വരും, പിള്ളേരെ അമ്മ നോക്കും. എന്ന് വെച്ചാൽ എനിക്കിവിടെ സുഖമില്ലെന്നല്ല. എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന ഫ്രീഡം എവിടെയും കിട്ടില്ല. കെട്ടിച്ച വീട്ടിലൊന്നും ഒരിക്കലും കിട്ടില്ല. ഞാനൊക്കെ അമ്മയ്ക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുന്ന കണ്ടാലും ഞാൻ പണിയെടുക്കുന്ന കണ്ടാലൊക്കെ ചിരി വരും. കാരണം ഞാൻ ഒരു പണിയും ചെയ്യാത്തൊരു വ്യക്തിയാണ്. ക്ലീനിങ് മാത്രം ഞാൻ വീട്ടിൽ ചെയ്യുമായിരുന്നു, തുടയ്ക്കും. അമ്മയ്ക്ക് വൈകുന്നേരം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യും. ഇത് മാത്രമായിരുന്നു എൻ്റെ ലൈഫ്. ചുമ്മാ ഇരിക്കുകയായിരുന്നു ഞാൻ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു പണി ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ ഇത്രയ്ക്കും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ മാറി. പക്ഷെ ഞാൻ അതിൽ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മുടെ ലൈഫിലെ ഓരോ സ്റ്റേജസ് ആണ് നമ്മൾ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിലെ അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഇതിലും എൻ്റെ വീട്ടിലെ റാണി ഞാൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ രാജകുമാരി ഞാൻ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെയാണ് 2 പേരും എന്നെ കൊണ്ട് ഒരു അല്ലലോ അലറ്റലോ അല്ലെങ്കിൽ കുറവോ അറിയിക്കാതെയാണ്
എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. സിനിമയ്ക്ക് കൊണ്ടുപോകും, എല്ലാം നല്ല സിനിമയ്ക്കും. അമ്മയും ഞാനും കേട്ടോ സിനിമയ്ക്കും പോവാം. അച്ഛന് ഇഷ്ടമില്ല. എനിക്ക് ഓർമ്മ വന്നിട്ട് അച്ഛനെ ആകെ ഞാനും അച്ഛനും അമ്മ കുമ്പളിക്ക് പോകുന്ന സമയത്ത് മല്ലു സിംഗ് കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അത് കോമഡിയാന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അച്ഛൻ വന്നത്. അപ്പോ എന്താ പറയാ, എല്ലാവർക്കും ഓരോ രീതിയിലാണ്. ഒരു ഫ്രം ദ ഏജ് ഓഫ് 7 ഇങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരതയില്ലാത്തൊരു ജീവിതമാണ് എൻ്റെ. ഇപ്പൊ ശരിക്കും സ്ഥിരമായിട്ട് ഇപ്പൊ 4 വർഷമായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. എൻ്റെ മോറോവർ എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഒരു ലൈഫിൽ ഹാപ്പിയാണ്. ഇന്ന് എന്നോട് അന്ന് നോ പറഞ്ഞ എല്ലാവരും ഹാപ്പിയാണ്. കാരണം ചിലപ്പോൾ ഞാൻ ഇപ്പം വേറെ ആഫ്രിക്കക്കാരനെ ദുബായ്ക്കാരനെ കല്യാണം കഴിച്ചാൽ പോലും എനിക്കൊരു ഈ ഒരു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള ലൈഫ് ഒന്നും ഈ യൂട്യൂബ് പോലും എനിക്കുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേജസ് ആണ്. നിങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ആര് പറയുന്നത് കേട്ടും തളർന്നു പോകരുത്. നമ്മുടെ ലൈഫാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. പക്ഷെ അമ്മ ഒരിക്കലും എന്നെ നീ എൻ്റെ കൂടെ നിൽക്കണം, നിന്നെ ഞാനാണ് വളർത്തിയത്, അതാണിത് ഒരിക്കലും അമ്മ പറഞ്ഞിട്ടില്ല. എപ്പോഴും അമ്മ ഇപ്പൊ എന്തെങ്കിലും എനിക്ക് സങ്കടം മൂത്താലായിരിക്കും എൻ്റെ ഒരു സങ്കടം അമ്മയോട് പറയാം, അങ്ങനെയല്ല മോളെ, ലൈഫാണ്, നീ അഡ്ജസ്റ്റ് ചെയ്യണം. ആഹ് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും നീ പിണങ്ങിയിരിക്കരുത്. ഇപ്പൊ ഡോൺ ചേട്ടനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡോൺ ചേട്ടനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഡോൺ ചേട്ടനും അതറിയാം. കാരണം അമ്മ ഒരിക്കലും അതല്ല നിനക്ക് ഇഷ്ടമില്ല നീ പോര് അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല. ഒരു അമ്മമാരും പറയില്ല. എന്നാലും എൻ്റെ അമ്മയോട് എനിക്ക് ഓവർ എന്ന് വെച്ചാൽ ഞങ്ങൾ ആ അറ്റാച്ച്മെന്റ് വേറെ രീതിക്കൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഒരു ഹായ് ബൈ ഇപ്പോഴായാലും ഫോൺ വിളിക്കുക, ഞാൻ വിളിച്ചാൽ സംസാരിക്കില്ലെങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ ഒരു കോൾ കണ്ടില്ല അമ്മ മെസ്സേജ് ചോദിക്കും, എന്താ മോളെ സുഖമല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. ആ ഒരു ഇതില് ഓവർ അറ്റാച്ച്മെന്റ് കാണിച്ചാലും നമുക്കതൊരു ബുദ്ധിമുട്ട്. ഒരു പ്രായം വരെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിന്നിട്ടില്ല. പതുക്കെ പതുക്കെ അമ്മേനെ മാറ്റി തുടങ്ങിയതാണ്. അതെനിക്കൊരു തരത്തിൽ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ്. അമ്മ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങ് വലിച്ച് മാറ്റി കളഞ്ഞു. നീ നിന്റെ കാര്യം നോക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവിടം വരെ എത്തി, സക്സസ്ഫുള്ളി എത്തി എന്ന് പറയുന്നതിലായിരിക്കും സത്യം. വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോണു. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഈ ഒരു ഫീൽഡ് ഉള്ളതുകൊണ്ട് ഏതൊരു ജോലിക്കും അതിൻ്റെ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ചുമ്മാ ഇരുന്ന വീഡിയോ ഇട്ടാൽ ഒരിക്കലും പൈസ കിട്ടില്ല. നമ്മൾ അതിന് വേണ്ടി വീഡിയോ കുത്തിയിരുന്ന് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, വോയിസ് ഓവർ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇതിന്റെ പുറകിൽ കുറേ അധ്വാനങ്ങളുണ്ട്. ചുമ്മാ യൂട്യൂബിൽ ഇട്ടാണ് യൂട്യൂബുകാർ പൈസ തരുമെന്ന് കുറേ പേർക്ക് തോന്നലുണ്ട്. അതൊന്നും ഒന്നുമല്ല. അതിലേക്ക് ഇറങ്ങി തിരിച്ച് ഒന്ന് നമ്മൾ മോണിറ്റൈസേഷൻ ആവാൻ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾക്ക് കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. നിനക്ക് വീട്ടിൽ പൊക്കൂടെ, നാണയില്ല, അവൾക്ക് സുഖം കണ്ടുപോയി ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതിൽ എന്ത് സുഖം കണ്ടായിരിക്കുന്ന? ശരി, വലിയ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ കാര്യങ്ങൾ വേറെ ആരും വന്നിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരാളെ ബ്ലെയിം ചെയ്യുമ്പം ആലോചിക്കുക, അയാൾക്ക് അത് എന്തോരം വിഷമം വരുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത് ഇനി ഇതിനെ ചൊല്ലി കുറെ പ്രശ്നങ്ങൾ വരുമായിരിക്കും, സാരില്ല. ഈ വേണമെന്ന് വെച്ചിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെ അങ്ങനെ ചെയ്യാം, ഇത് ചില സമയത്ത് അമ്മച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെ കേട്ടോ. അവളെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തകർക്കുക. ഇത് പിന്നെ കമന്റ് പബ്ലിക്കായിട്ട് വന്ന് ഇടുക എന്ന് പറയാം. ചിലർ നമ്മുടെ പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മളോട് വളരെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെയാ, അവളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നവരെ വേണം നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നിങ്ങളെ പിന്തിരിഞ്ഞ് കുത്തുന്നവരുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ട് സൂക്ഷിക്കുക. നമ്മളോട് മുഖത്തടിച്ച് പറയാണ് അതൊന്നും ശരിയായില്ല, എന്നിട്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഓക്കെ. അല്ലാതെ നമ്മളോട് അതിനിപ്പോ എന്താ, അതൊന്നും സാരില്ല, പോട്ടെ, തിരിഞ്ഞിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞാ വേണ്ടെന്ന്, അപ്പോഴും എന്നിട്ടും ചെയ്തു, അതിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. അല്ലാതെ വളച്ചു കുത്തി, എനിക്ക് ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് ഇഷ്ടമേ അല്ല. എന്തെങ്കിലും പറയണ്ടത് മുഖത്ത് നോക്കി പറയാം, കാര്യം അവസാനിപ്പിക്കുക. അല്ലാണ്ട് നമ്മളോട് ഒരു ചക്രവർത്താനം, മറ്റൊരാളോട് വേറൊന്നും പറയുക, വേറൊരാളോട് നമ്മൾക്കില്ലാത്ത കുറ്റങ്ങൾ കാണില്ല, എന്തിനാണത്? പറഞ്ഞ പോലെ എന്നെയൊക്കെ പറയുന്നതിനൊന്നും ഈ സോഷ്യൽ മീഡിയയെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ഒരു സമയം ഇപ്പോഴായാലും പല രീതിക്കും കുത്തുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവണതല്ല. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഫീൽ ആവും, ഞാൻ അതൊക്കെ ആലോചിക്കും, ഞാൻ ഇരുന്ന് വീർപ്പ് മുട്ടും ഒക്കെ ചെയ്യും, പുറത്ത് കാണിക്കില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ സങ്കടം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ആ കല്യാണത്തിന്റെ സമയത്ത് എനിക്കറിയില്ല യൂട്യൂബ് കമന്റ്സിന്റെ ശരവർഷം. ഓ
എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ സ്റ്റേജസിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി ഒക്കെ കഴിഞ്ഞു. ഒരു 7 വയസ്സ് തൊട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ജേർണി പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെയാണോ ലൈഫ് എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു നമ്മൾ മേളീന്നാണ് താഴോട്ട് വരുന്നത്. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ അത്രയും അറിയത്തില്ല. നമ്മളെല്ലാം ബിസിനസ്സൊക്കെ വരുന്ന ആള് പെട്ടെന്ന് ഒരു ബിസിനസ്സുകാരൻ പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യൻ ആയുള്ള ഫീലിങ്സ് എന്തായിരിക്കും? ആ സെയിം സംഭവമാണ് ഉണ്ടായത്. ഒരു വലിയൊരു സാമ്രാജ്യം കൈക്കടത്തിയിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഇലക്ട്രീഷ്യൻ ആയിട്ട് മാറി. അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത്രേ ഉള്ളൂ. എന്നാലും ഇനിയും കുറെ ലൈഫ് മാറാനുണ്ട്. എന്തെങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് അധികം പൈസ വന്നാൽ ആദ്യം ഞാൻ അച്ഛനെ അമ്മേനെയും തൃശ്ശൂർക്ക് കൊണ്ടുവരും. എൻ്റെ കൺവട്ടത്ത് അവർ വേണം. ഈ പറഞ്ഞ പോലെ എനിക്ക് ഓടി എത്താൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ എങ്ങനെയെങ്കിലും തൃശ്ശൂർക്ക് കൊണ്ടുവരണം. നോക്കട്ടെ. നമ്മുടെ സാഹചര്യവും ദൈവത്തിന്റെ തീരുമാനം എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനേക്കാളും വലിയ പ്ലാൻ ദൈവം അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. എനിവേ ഞാൻ പറയാണ്, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നത്തിലൊന്നും തളർന്നു പോകരുത്. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പം നിസ്സാരം എൻ്റെ ഒരു ലൈഫായാലും എനിക്ക് അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആലോചന വന്നു. അറ്റ് ലാസ്റ്റ് എനിക്ക് ഡോൺ ചാട്ടിൽ എത്തിച്ചേരേണ്ടി വന്നു. പക്ഷെ ആ ലൈഫ് എനിക്ക് കളർഫുൾ ആയിട്ട് വന്നു. അപ്പം എന്ത് വേണം, അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈവൻ PCOD പോലും എൻ്റെ ലൈഫ് എനിക്ക് ഇനി കുട്ടികളെ ഉണ്ടാവില്ല. എനിക്ക് 5-6 പിള്ളേർ വേണമെന്നായിരുന്നു ആഗ്രഹം. എനിക്ക് ഒരെണ്ണം പോലും ഉണ്ടാവില്ല എന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. അപ്പൊ ദൈവം ഇരിക്കട്ടെ എനിക്ക് 2 പിള്ളേരെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹൊറിബിൾ ആണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല ലൈഫിൽ നടക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് ഉള്ള സമയം മാക്സിമം ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക. ഇപ്പൊ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കൂടി ബിസിനസ് ചെയ്യുക. ദൈവത്തെ ഓർത്ത് ലോണും കാര്യങ്ങളും അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോണുകൾ എടുക്കുക. ഒരിക്കലും നമ്മുടെ കുടുംബം വെച്ച് കളിക്കരുത്. അതൊക്കെ ഞാൻ പറയുള്ളൂ. ഒരിക്കലും നമ്മുടെ കുടുംബം വെച്ച് കളിക്കരുത്. അതിൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. പൈസയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കുക. എന്ന് വെച്ച് കുറേ കൂട്ടിപ്പിടിച്ചിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചത്തുപോയാൽ അതൊക്കെ അവിടെ ഇരിക്കും. നോമിനിക്ക് കിട്ടും, നോമിനി പോവും. അങ്ങനെയാണ് കേട്ടോ. കോമഡി പറഞ്ഞാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ലൈഫ് സ്റ്റോറി ഇഷ്ടമാകുമോ, അല്ലെങ്കിൽ ഇതിലെന്താണെന്നൊക്കെ ഉള്ള ചോദ്യം വരും. ബട്ട് എൻ്റെ ലൈഫ് സ്ട്രഗിൾ നിറഞ്ഞായിരുന്നു. അത് നമ്മൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഈ ഒരു 24 വർഷം ഇവിടെ വരുന്നതിന് മുമ്പാണ്. 24 വർഷം യാത്ര ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. എനിവേ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. എനിവേ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ പറയുക. ഇതിന്റെ ചൊല്ലിയൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറേ പേരുടെ നിർബന്ധത്തിന് വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് അത് ഇഷ്ടമാകും, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിച്ചവർക്ക് അറിയാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.